നമസ്കാരം കോഴിക്കോട്. ഈ കയ്യടിക്കും ഈ ബഹളത്തിനും വേണ്ടി തന്നെയാണ് കോഴിക്കോട് തന്നെ ആദ്യം ആഘോഷം വേണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. രേഖാചിത്രം റിലീസായ ആദ്യത്തെ ദിവസം മുതൽ എല്ലാ ഷോകളും മിനിമം 80% ഒക്കുപെൻസിയിൽ ഈ കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ എവിടെ ആഘോഷങ്ങൾ ആരംഭിക്കും? ഒരുപാട് സന്തോഷം. രേഖാചിത്രം എന്ന് പറഞ്ഞ ഈ സിനിമ നിങ്ങൾ എല്ലാവരും സ്വീകരിച്ചതിന്, ഇത് ഇത്ര വലിയൊരു വിജയമാക്കി മാറ്റിയതിനും ഞങ്ങൾ എല്ലാവരും നേരിട്ട് വന്ന് കണ്ട് നിങ്ങളോട് നന്ദി പറയണമെന്നും കോഴിക്കോട് നിന്ന് തന്നെ രേഖാചിത്രത്തിന്റെ വിജയ ആഘോഷം വേണമെന്നും ഈ വിജയാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിന്ന് വയറ് നിറയെ ഇവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുതൽ കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലായി ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. പ്രത്യേകിച്ച് തിയേറ്ററുകളിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ തിയേറ്റർ വിസിറ്റ്സിനുണ്ടാവും. അപ്പൊ ഇനി സിനിമ കാണാൻ ബാക്കിയുള്ളവരെല്ലാവരും തിയേറ്റേഴ്സിൽ വരിക. തിയേറ്റേഴ്സിൽ നേരിട്ട് കാണാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ ഒരുപാട് നന്ദി. ഒരുപാട് പേര് സംസാരിക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ എന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം മനോജേട്ടൻ നിങ്ങൾക്ക് വേണ്ടി 2 വരി പാടുന്നതായിരിക്കും. കാര്യം ഇതുവരെ നിങ്ങൾ ആരെങ്കിലും മനോജേട്ടൻ ഒരു സിനിമയുടെ വിജയാഘോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രൊമോഷന് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഈ സിനിമ മനോജേട്ടൻ അത്രയും പ്രിയപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വക്കച്ചൻ ജൂനിയറും അത്രയും പ്രിയപ്പെട്ടതാണ്. വക്കച്ചന്റെ പെർഫോമൻസ് കൂടിയാണ് ഈ സിനിമ ഏറ്റവും മികച്ച അഭിപ്രായങ്ങളിലേക്ക് എത്തിയത്. അപ്പൊ ഇവിടുന്ന് തന്നെ ആഘോഷങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി മനോജേട്ടനോട് ഞാനൊരു ചതിയാണ് ഈ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനെ പറ്റി സൂചിപ്പിച്ചിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, മനോജേട്ടൻ പാടുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടേ? യെസ്. അപ്പൊ ഇത്രയും തിരക്കുകൾ ഉണ്ടായിട്ട് ഇന്നൊരു വെള്ളിയാഴ്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഞങ്ങളെ കാണാനും ഈ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതിൽ ഒരുപാട് നന്ദി പറയുന്നു. ആ നന്ദിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് പകരമായി മനോജേട്ടന്റെ പാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോ സംസാരിച്ച് നിർത്തുമ്പോ മറ്റൊരു കാര്യം അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുള്ളത്. മനോജേട്ടൻ സുഖമായിട്ടിരിക്കുന്നു? സുഖമല്ലേ എന്റെ പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാർക്ക്? ഇങ്ങനെ ഒരു അവസരം എന്റെ ലൈഫിൽ, അതിന് ആസിഫ് പറഞ്ഞ വളരെ ശരിയാണ്. അതിന് ദൈവം അനുഗ്രഹിക്കണ്ടേ? അത് ഈ 2025 ആസിഫിന്റെ കൂടെ അഭിനയിച്ച പടം. ഞാന് ഇവിടെ ദുൽഖർ മുതൽ പ്രണവ് മുതൽ പൃഥ്വിരാജ്, നിവിൻ പോളി, ടൊവിനോ എല്ലാവരും കൂടെ അഭിനയിച്ചു. ഷാസിയുടെ കൂടെ ഞാൻ ആദ്യം അഭിനയിക്കുകയാണ്. ആദ്യം അഭിനയിച്ചപ്പോ ബ്ലോക്ക് ബസ്റ്റർ. ഇതിനപ്പുറത്ത് എന്ത് വേണം? അതിന് കാരണക്കാരനായ ആദ്യത്തെ കാരണക്കാരൻ നമ്മുടെ സ്വന്തം മമ്മൂക്ക അല്ലേ? നമ്മുടെ സ്വന്തം മെഗാസ്റ്റാറിന്റെ അനുഗ്രഹമാണ് ഈ സിനിമയുടെ ആദ്യ തുടക്കം. അതിനുശേഷം നമ്മുടെ ജോഫിനോട് നമ്മുടെ കപ്പിത്താൻ, അദ്ദേഹത്തിന്റെ ബ്രില്യന്റ് ആയിട്ടുള്ള നറേഷനാണ്, സ്ക്രിപ്റ്റിനെ മറികടക്കുന്ന നറേഷനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ആസിയുടെ അപാരമായ പെർഫോമൻസ്, അനശ്വര കലക്കി പൊളിച്ചു. ഇതിൽ അഭിനയിച്ച എല്ലാവരും, എന്റെ കാര്യം എനിക്കറിയില്ല, നിങ്ങൾ പറയണം കേട്ടോ. അപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നു അല്ലേ? കുഴപ്പമില്ല, സന്തോഷം. അപ്പൊ എന്താ പറയുന്നത്, നിറഞ്ഞ സന്തോഷം മാത്രം. ആസി പറഞ്ഞ പോലെ കോഴിക്കോട് സാഹോദര്യം, സ്നേഹം, സൽക്കാരം, ആഘോഷം, അതിന് ഇതിന്റെ അപ്പുറത്തൊരു സ്ഥലമില്ല. ഇവിടെ തന്നെ ഞങ്ങളുടെ രേഖാചിത്രത്തിന്റെ ഈ ബ്ലോക്ക് ബസ്റ്റർ 50 crores സെലിബ്രേഷൻ നടത്താൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ മൈക്ക് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകന് കൈമാറണോ? പാട്ട് ഞാൻ പാടും. നമ്മുടെ വീടൊക്കെ ഇട്ടുണ്ട്. നമ്മുടെ രൂപ രേവതി ഇവിടെ ഉണ്ട്. രൂപയും കൂടെ വരണം. ആരാ വരൂ. ഞാൻ പാട്ട് ഇത് സംസാരം കേട്ടോ, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പിടിക്കാം. അല്ല, ഉറപ്പായിട്ട് പാടും. പക്ഷെ ഈ സംസാരം ഇത് ഇമ്പോർട്ടന്റാ. ഇവിടെ ജോഫിന് കൊടുക്കണ്ട മൈക്ക്. നമ്മുടെ സിനിമയുടെ ഡയറക്ടർ ജോഫിൻ ടി ചാക്കോ നമുക്ക് ഏറെ മാറുകയാണ്. സോ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു കഥ പറയൽ രീതിയും ഒരു സ്റ്റൈലും ഒക്കെ മലയാള സിനിമയിൽ അങ്ങ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോ ഇതിനിപ്പോ ഒരു ട്രെൻഡായിട്ട് മാറുമോ? പഴയ സിനിമകളൊക്കെ എങ്ങനെ, പഴയ രംഗങ്ങളൊക്കെ പൊടി തട്ടി എടുത്ത് പുതിയ സിനിമകളിൽ ഇനി ഒരു ട്രെൻഡായിട്ട് വരുന്ന ഒരു ട്രെൻഡ് തീർക്കാൻ പോവാണോ ഇനി അങ്ങോട്ട്? അറിയില്ല. ഈ സിനിമയുടെ വിജയം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലത്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഇത്ര വലിയൊരു ആൾക്കാരുടെ മുമ്പിൽ ഈ സിനിമയുടെ ഒരു സെലിബ്രേഷൻ 3ാം വാരത്തിൽ
ഇപ്പോഴും 200ഓളം തിയേറ്ററുകളിൽ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരാഴ്ച കഴിയുമ്പോൾ തിയേറ്ററിൽ ആൾ കയറാത്ത സമയത്ത് 3ാമത്തെ ആഴ്ചയിലും ഇന്നും ആളുകൾ നന്നായി കയറിക്കൊണ്ടിരിക്കുന്ന കോഴിക്കോട് ഉൾപ്പെടെ എല്ലാ സിറ്റീസിലും ഗ്രാമങ്ങളിലും നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വിജയത്തിൽ കോഴിക്കോട് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഈ മനോഹരമായിട്ടുള്ള സിനിമ നമുക്ക് സമ്മാനിച്ചതിന്, ഈ ഒരു ത്രില്ലർ നമുക്ക് സമ്മാനിച്ചതിന്. സോ ഇനി നമ്മളുടെ പ്രിയപ്പെട്ട താരം, പക്ഷെ സിനിമയിൽ കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ. അപ്പോ നമ്മളുടെ എനിക്ക് പോലും മനസ്സിലായില്ല സത്യം പറഞ്ഞ, നമ്മുടെ പ്രിയപ്പെട്ട താരം ഉണ്ണി ലാലു ആണ് സംസാരിക്കാൻ പോകുന്നത്. യെസ്, നിങ്ങളിലേക്ക്. ഹലോ കോഴിക്കോട്, ഹലോ. ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞ എന്റെ നാട്ടില്, എന്റെ കോഴിക്കോട്ടുകാരുടെ മുമ്പില് ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെല്ലാരും പടം കണ്ടില്ലേ? പടം കണ്ടില്ലേ? എല്ലാരും കണ്ടില്ലേ? അപ്പൊ ഞാൻ ചെയ്തത് നമ്മുടെ മനോജ് ചേട്ടന്റെ ചെറുപ്പക്കാരായ ജൂനിയർ ബക്കച്ചനാണ്. ഈ പറഞ്ഞ പോലെ താടി പഠിച്ചുകൊണ്ട് കുറെ പേർക്ക് എന്നെ മനസ്സിലാവാത്ത പ്രശ്നമുണ്ട്. അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ സ്നേഹം കൊണ്ടും. ഞങ്ങൾ തിയേറ്റേഴ്സിലൊക്കെ പോയിട്ട് എല്ലായിടത്തും അസിക പറഞ്ഞ പോലെ എല്ലായിടത്തും ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ഇതിനു മുമ്പ് ഉണ്ണി ഇവിടെ വന്നിട്ടുള്ളത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. അതെ, ആദ്യമായിട്ടാണ് ഉണ്ണി ഇവിടെ സ്റ്റേജിൽ വരുന്നത്. അപ്പൊ ഒരു വലിയ കൈയടി ഉണ്ണി ലാലിന് കൊടുക്കല്ലേ? കോഴിക്കോടുകാരുടെ സ്നേഹം ഒന്ന് കാണട്ടെ. ഒരു വലിയ കൈയടി ഒന്നും കൂടെ പ്ലീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഉണ്ണി ലാലു. ഒരു വലിയ തുടക്കമാവട്ടെ. ഒരുപാട് നിറയെ സിനിമകളുണ്ട്, സമ്പന്നമാവട്ടെ, ഈ വർഷം അടിപൊളിയാവട്ടെ. സോ ഇനി ഒരു യൂത്തൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനൊന്ന് വിളിച്ചോട്ടെ. ആസിഫ് ഒറ്റ ചോദ്യം, അത് നിശാന്ത് സാഗർ ആണോ? ഒന്ന് ഫ്രണ്ടിലേക്ക് വിളിക്കുകയാണ് ഞാൻ ഈ യൂത്തനെ ഒരു കയ്യിൽ കൊടുത്ത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ വരുന്നതിന് മുന്നേ വന്നിവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പോലും മനസ്സിലായില്ല കണ്ടിട്ട്. അതിപ്പോ ഒരു പടം ചെയ്തിട്ടായിരുന്നു. അതെ, സത്യം അതാണ് എന്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ എന്റെ 9ഉം 10ഉം പ്രീ ഡിഗ്രി ഇവിടെ ആയിരുന്നു, എന്താ പറയാ, കോഴിക്കോടായിരുന്നു, ഗുരുവായൂരപ്പൻ കോളേജ്. അതെ, ഗുരുവായൂരപ്പൻ കോളേജിലും ഇവിടെ ഗണപത് ബോയ്സിലൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞ കോഴിക്കോട് ഉണ്ടായിരുന്ന ആ സമയത്താണ് എന്റെ മനസ്സിൽ ഈ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കയറി വരുന്നത്. ഇതിന് ഏറ്റവും രസമുള്ളൊരു കോൺഫിഡൻസ് എന്താ അറിയോ, മനോട്ടോടെ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം രാത്രി വെറുതെ പഠിക്കുന്ന സമയത്ത്, ഈ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കും, മനോജേട്ടൊരു സ്വപ്നം കണ്ടു. ഇതിന്റെ പിറ്റേ ദിവസം എന്താ പറയാ, കണ്ണൂർ എന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷനിൽ ഞാൻ വരാനിടയായി. അവിടെ വെച്ച ഒരു സംവിധായകൻ എൻ്റെ അടുത്ത് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മനോജേട്ടന്റെ സ്വപ്നം കാണുക, അടുത്തുള്ള ലൊക്കേഷനിലേക്ക് പോവുക. അതേ മനോജേട്ടന്റെ കൂടെ ഇങ്ങനെ ഈ ഒരു പടത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ എന്താ പറയാ, കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ആസിഫിനെ എല്ലാരും വെയിറ്റ് ചെയ്യുന്നതോടൊപ്പം ഞാനും ഇങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് ആ ഫീല് മനസ്സിലായിട്ട് അവസാനം വരുന്നു. അതിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആ കൈയടിയും പരിപാടിയും എൻജോയ് ചെയ്യായിരുന്നു. ഏതായാലും ഒരുപാട് സന്തോഷം. ഇവിടെയുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനും അതെ, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.